ഇതെല്ലാം ഫിഷ് വേസ്റ്റാണ്. ഈ സെറ്റ് മുഴുവനും ഫിഷ് വേസ്റ്റാണ്. അതായത് മെയിൻലി ഞണ്ടുണ്ട, നമ്മുടെ കക്കയുടെ തോടുണ്ട. ഇത് മിൽമ കവർ കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. യഥാർത്ഥ ചെടിയാണോ ഇത്? ചെടി പ്ലാന്റ് ഒറിജിനൽ. പ്ലാന്റ് ഒറിജിനലാണ്. പ്ലാന്റ് ഒറിജിനൽ. ഇത് ആക്ച്വലി 10 മണിപ്പൂ പോലെ തന്നെ. ഇത് ഡെക്കറേഷൻ പേപ്പറാണ്. സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടുതരും. ഇതെന്തോ ഒരു കാട്ടിലെ അതെ, ഒരു കായല്ല മനെ, ഒരു കമ്പാണ്. അതിന് ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നതിനിടയിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാം. കാരണം എൻ്റെ മിക്സിയുടെ അടുത്ത് തന്നെ ഈ പെയിന്റ്. കാരണം എനിക്ക് എപ്പോഴാണ് ഐഡിയ വരുന്നത്. ശല്യമായിട്ട് വരുന്നത് പഴയ വാട്ടർ ബോട്ടിലൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതാണ്. റോഡിലൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നതാണ്. അത് ചേച്ചി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചേച്ചി അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഈ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടാണ് ഈ കമ്മൽ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഇടപ്പഴഞ്ഞിയിലാണ്. ഇവിടെ നമ്മളുടെ ലേഖാസ് ഗാലറിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാണാനായിട്ട് വന്നത്. ഇതൊരു വീടാണ്. വീട്ടിൽ വേസ്റ്റ് ടു വെൽത്ത് ആർട്ട് ഗാലറി, ലേഖാസ് ഗാലറിയയിലെ ഈ വേസ്റ്റ് ടു വെൽത്ത് ആർട്ട് ഗാലറി എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇതൊരു ഇടപ്പഴഞ്ഞിയിലെ CMS ആ ഒരു ലൈനിലുള്ള 41-ാം നമ്പർ വീടാണ്. ഇവിടെ ലേഖ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മേഡം ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഈ വീടിനുള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്കത് ഞെട്ടത്തുള്ളത്. കാരണം ഒരു വീട്. നമസ്കാരം മേഡം, ലേഖ രാധാകൃഷ്ണൻ മേഡമാണ് ഞാൻ ഈ പറഞ്ഞ ആളുതാ. വീട് കണ്ടോ? വീട് മൊത്തം നോക്കി. ശരിക്കും നമ്മളെ ഈ ചേച്ചിയെക്കുറിച്ച് അറിയിച്ചത് മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാണി ചേച്ചിയാണ്. ശരിക്കും ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒരു വീട്ടിൽ നടക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു മുഖം വീട്ടിൽ നിന്ന് തന്നെ ലേഖ തുടങ്ങുന്നു. അതുകൊണ്ട് ജയേഷത് പോയി റെക്കോർഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒത്തിരി റോളുണ്ട്. കാരണം എൻ്റെ ഓരോ ഉയർച്ചയിലും സന്തോഷിക്കുന്ന എൻ്റെ സ്വന്തം ആരെന്ന് പറയാൻ പറ്റില്ല. സിസ്റ്ററാണോ അമ്മയും ഒരിക്കലും പറയാൻ പറ്റില്ല, എൻ്റെ ഇളയതാണ്. അതുപോലെയാണ് അമ്മയോ സിസ്റ്ററോ ഒക്കെ പോലെയാണ്. പക്ഷെ ഞങ്ങൾ അമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പറയുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറയുന്നല്ലോ. അത്രയ്ക്ക് സന്തോഷമാണ്, വളരെ സന്തോഷം. കാരണം തീർച്ചയായിട്ടും ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാം നമ്മളെ സപ്പോർട്ട്, എന്നെ മാത്രമല്ല ഒരുപാട് പേരുടെ സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ. അമ്മയുടെ ഉയർച്ചയും എല്ലാം ആ ഫാമിലി മൊത്തം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ഈ പേര് കേൾക്കുമ്പോൾ. അതെ 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 ഇത്രയും ഒരു റാണി മോഹൻദാസ് ചേച്ചിക്ക് വളരെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ആളിൻ്റെ വീട്ടിൽ ഒരു ഗാലറി തുടങ്ങുന്ന, ഒരു എക്സിബിഷൻ സ്വന്തം വീട്ടിൽ തന്നെ മാതൃകാപരമായ ഒരു ഇടത്തിലേക്ക് ഒരു ലേഡി കടന്നു വരുന്നതെന്ന് പറയുമ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും നമ്മളെ പ്രേരിപ്പിച്ചതും റാണി മേഡമാണ്. ശരിക്കും പറഞ്ഞൊരു വീടിനെ ഒരു എക്സിബിഷൻ ഹാളായിട്ട് മാറ്റിയിരിക്കുകയാണ് ചേച്ചി, അല്ലേ? ഗാലറി, എക്സിബിഷൻ ഗാലറിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന സാധനങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഈ മനോഹരമായ ഐറ്റംസ് എല്ലാം, മീനിൻ്റെ മുള്ളടക്കം ചേച്ചി ഇവിടെ ഒന്നും കളയാറില്ല, അല്ലേ? ഇതെന്തൊക്കെയാണ് ഈ ഇരിക്കുന്ന മനോഹരമായ നല്ല നല്ല ഫ്ലവർ വേസ് ഉണ്ട്. അതുപോലെ തന്നെ പല പല ഉൽപ്പന്നങ്ങൾ ചേച്ചി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. എന്തൊക്കെയാണ് ചേച്ചി ഇത്? എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുമോ? ഞാൻ ആദ്യം ഫിഷ് വേസ്റ്റ് തന്നെ ആരും ചെയ്യേണ്ട ഇല്ലാത്ത ഒരു കാര്യം എന്നാണ് വേണമെങ്കിലും പറയാം. ഇതെല്ലാം ഫിഷ് വേസ്റ്റാണ്. ഈ സെറ്റ് മുഴുവനും ഫിഷ് വേസ്റ്റാണ്. അതായത് മെയിൻലി ഞണ്ടുണ്ട, നമ്മുടെ കക്കയുടെ തോടുണ്ട, അതുപോലെ ഇതൊക്കെ ഞണ്ടിൻ്റെ കാല് കൊണ്ടുണ്ടാക്കിയ. കാരണം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞണ്ടിൻ്റെ ഇതെല്ലാം മീനിൻ്റെ മുള്ളും ഞണ്ടിൻ്റെ കാലുകളും ഒക്കെയാണ്, അല്ലേ? ഇതതിൻ്റെ കൊമ്പൊക്കെയാണ് കേട്ടോ. ഇത് മനോഹരം. ഇതിനകത്ത് ചേച്ചിയുടെ ഒരു എന്താണ് ഇൻസൈറ്റ് ഉണ്ട് അതിനകത്ത്. ഇതിന് പിന്നെ ഒരു എന്താ ഫിഷിൻ്റെ ടെയിലാണ് ഇത്. നമ്മളുടെ അതെ 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 നദീതീരത്ത് നിൽക്കുന്ന ഒരു ചെടിയിലെ പൂക്കളൊക്കെ ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അതാണ് അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഹെയർ ക്ലിപ്പായിട്ടും വരെ യൂസ് ചെയ്യാം. അതെ 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 എന്ത് വേണം. ഇതിപ്പോൾ എൻ്റെ കഴിവിനൊത്ത ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഫിഷ് വേസ്റ്റ് ആണ്. ഈ പൂക്കളും ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഫിഷ് വേസ്റ്റ് നമ്മുടെ വീടുകളിൽ ഒരു സെക്കൻഡ് പോലും വയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ സ്മെല്ലില്ല. ഇത് വർഷങ്ങളോളം ആയിട്ട് ഇരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഇത് ഫിഷ് വേസ്റ്റ്. അപ്പം ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ. അതെ അതെ നമുക്ക് ഏറ്റവും ഒന്ന് ഞെട്ടുന്ന സംഭവമാണ്. ഇത് മിൽമ കവർ കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. യഥാർത്ഥ ചെടിയാണോ ഇത്? ചെടി പ്ലാന്റ് ഒറിജിനൽ. പ്ലാന്റ് ഒറിജിനലാണ്. ഇത് ആക്ച്വലി 10 മണിപ്പൂ പോലെ തന്നെ. ഇത് ഡെക്കറേഷൻ പേപ്പറാണ്. ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഈ പേപ്പർ കത്തിച്ചെറിയല്ലേ ഉള്ളൂ. ഇത് റബ്ബറിന്റെ കായാണ്, അല്ലേ? റബ്ബർ കായാണ്. ഇത് ഇതുപോലെ ഡെക്കറേഷൻ പേപ്പർ രണ്ടെണ്ണം ചേർത്ത് ആക്ച്വലി ഇതുപോലൊരു ചെമ്പരത്തി ഉണ്ട്. സെയിം സാധനമുണ്ട്.
ഇത് പക്ഷേ അല്പം കേടായത് റോസ ഉണങ്ങിയത്. ഇതും അതുപോലെ ഞാൻ ഈ റോസ് ഉണങ്ങുമ്പോൾ അപ്പം തന്നെ പെയിന്റ് ചെയ്യും റോസ്, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് അതാണ് അതിന്റെ പിന്നിൽ. ഇതൊക്കെ എന്താ സംഭവം? ഇത് ആക്ച്വലി ഇതിൽ രസം വെച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എന്ത് കിട്ടിയാലും എനിക്ക് കൊടുത്തരും. ഇതെന്തോ ഒരു കാട്ടിൽ അതെ ഒരു കായല്ല മനെ ഒരു കമ്പാണ്. അതിന് ഞാനിങ്ങനെ ഇത് പിസ്താഷെല്ലാം ഉണ്ട് ഇത് നമ്മുടെ പ്ലാവിന്റെ അല്പം കേടായി 10-14 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പ്ലാമഞ്ഞൾ എന്ന് പറയും, അതാണ് ഇത്. പിന്നെ നമ്മുടെ ഇത് വാട്ടർ നമ്മുടെ അതില്ലേ നമ്മുടെ ടാങ്കിലെ ബോള്, ഈ പറഞ്ഞ പോലെ എന്ത് ഇത് പാക്കാണ്, ഒരു ഉണങ്ങിയ പാക്ക്. അപ്പൊ ഞാനൊക്കെ ഇതെങ്ങനെ കളയുമെന്ന് ഓർത്തിട്ട് അതിനൊരു രൂപമാക്കി. ചേച്ചി സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടൊരു വേൾഡ് ഗിന്നസ് ബുക്കാണോ എനിക്ക് തോന്നുന്നു. ഈ വീട്ടിൽ അതെ വീട്ടില് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന എല്ലാ ഐറ്റംസും ചേച്ചി വേറെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കിയാണ് മാറ്റുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഇതില്ലേ ഇതാണ് എന്താണ് സ്റ്റെയർ കേസിന്റെ ഒരു തടിയാണ്. അത് ശരി, അത് ഒടിഞ്ഞു പോയി. അതിനെ വേറൊരു രൂപം പിസ്താ ഷെല്ലിനെ മനോഹരമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് കണ്ടോ, ഈ മാലകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക ചേച്ചി. ഇത് എന്ന് വെച്ചാൽ ഞാൻ ക്ലേയില ഡിസൈൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇത് നമുക്കിത് നോക്കിയിട്ട് ശരിക്കും ഈ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാം ഗോതമ്പ് മാവാണ്. അപ്പൊ ഈ ഗോതമ്പ് മാവ് നമുക്കത് ഇരിക്കില്ലല്ലോ, അത് കാരണമാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അത് ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾ. ഇതെന്താ സംഭവം? ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം സിസ്റ്റർ തന്നതാണ്. അതിനെ ഈ രൂപമാക്കിയെടുത്ത് പിന്നെ അതറിയാലോ കുട്ടികളൊക്കെ കുട്ടികൾ കളയുന്ന സാധനമാണ്. ഇതൊക്കെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതിന്റെ ഓരോന്നിന്റെയും പിന്നിലും ഐഡിയാസ് ആണുള്ളത്. അതുപോലെ അക്ഷീണ പ്രയത്നം. അപ്പം ഇതിനൊക്കെ ശരിക്കും ചേച്ചിക്ക് നേരത്തെ ജനങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറി. ഇതൊക്കെ ഒരുപാട് സമയം ഉണ്ടായിട്ടാണ് ലേയ ചേച്ചി ഇതൊക്കെ ചെയ്തതെന്ന്. ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. കാരണം വീട്ടിലെ ആളുകൾ അല്ലേ, ഫാമിലി മെമ്പേഴ്സ് ഇതിന് സപ്പോർട്ട് ചെയ്തില്ല ചേച്ചിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫാമിലിയെ കുറിച്ചൊന്ന് സപ്പോർട്ടാണ്. ഹസ്ബൻഡ് എടപ്പഴിഞ്ഞ രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മൂത്ത മകൻ വിഷ്ണു ഈ കാൻകോർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, യൂറോപ്പിലെ ബിസിനസ് മാനേജറാണ്. ഇപ്പൊ അവളാണ്. വൈഫ് ചാന്ദിനി സെല്ലുലോയിഡ് സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. റോസി എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിച്ച ആള് മരുമകളാണ് ചാന്ദിനി ഗീത. പിന്നെ ചെറുമോള് ജാനകി കുഞ്ഞാണ്. മോള് ഡോക്ടറാണ്. ഇപ്പം ചാണ്ടിഗർ ഹോമി ബാബ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ഓഫീസർ. മരുമകൻ സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ചാണ്ടിഗറിലെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു വലിയ പിന്നെ എന്താ പറയുക, ചേച്ചിയെ പോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ഇടപെടൽ നടത്തുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഞാനിങ്ങനെ കുടുംബത്തിൽ ഫ്രണ്ട്സ് എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും. ഇതൊക്കെ കാണുമ്പോഴേ ഈ സ്ത്രീകളടക്കമുള്ളവർ പറയും ഇപ്പം ലേഖ ചേച്ചിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശരിക്കും സമയം വേണം. അപ്പം വേറെ ജോലിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെക്രട്ടേറിയലായിട്ട് ലൈസൺ ഓഫീസറാണ്. ലൈസൺ 3-4 കമ്പനികളുടെ ലൈസൺ ഓഫീസറിന്റെ ഒരു ചുമതലയല്ലോ. സർക്കാരുമായിട്ടുള്ള എല്ലാ പേപ്പറും അവർക്കൊരു തടസ്സം ഉണ്ടാകാത്ത രീതി, അവർക്കൊരു വീഴ്ച വരാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതെ, ഒരു ലീവ് പോലും എടുക്കാം. പക്ഷെ അന്നേരം ഈ ചേച്ചി ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്തു? അത് പറഞ്ഞുതരാം. അത് പക്ഷേ രസകരമായ ഒരു കാര്യമാണ്. എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ടൈം എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഭവം. ടൈം മാനേജ്മെന്റ്. അതായത് ടൈം മാനേജ്മെന്റ്. അതായത് ഇപ്പം ഞാൻ മെയിൻലി ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ ഇടയിലായിരിക്കും. രാവിലെയൊക്കെ പാല് കാച്ചുമ്പോഴും എപ്പോൾ ടൈം കിട്ടുന്നോ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക. ഈവൻ നമ്മൾ രാത്രി ഞാൻ ഉറക്കം 12 മണിക്കേ ഉള്ളൂ. കാരണം ഒരു ഹെൽത്തി മാൻ 6 hours മതിയെന്ന്. ഞാൻ PhD ചെയ്ത ആളാണ്, കംപ്ലീറ്റ് ആയില്ല.
അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞെന്നാണ് 6 മണിക്കൂർ മിനിമം ഉറങ്ങിയാൽ മതി. മതി. അപ്പോൾ അതുകൊണ്ട് ആ ടൈം അങ്ങനെയാണ് കണ്ടെത്തുന്നത്. കുറച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ എന്തൊക്കെയാണ് എങ്ങനെ ഉറക്കം കുറച്ചു? പിന്നെ അല്ലാതെ ഈ ജോലിക്കിടയില്ല ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നതിനിടയിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ? കാരണം എൻ്റെ മിക്സിയുടെ അടുത്ത് തന്നെ ഈ പെയിന്റ്, കാരണം എനിക്ക് എപ്പോഴാണ് ഐഡിയ വരുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ആർട്ടിൻ്റെ ബാക്കിൽ മുഴുവൻ ഐഡിയാസാണ്. അതെ, തീർച്ചയായിട്ടും നമുക്കൊരു ഐഡിയ കിട്ടുമ്പോൾ പെട്ടെന്ന് അതിനെ അപ്ലൈ ചെയ്യുക, അതാണ് എൻ്റെ. അതുകൊണ്ട് എല്ലാം അടുപ്പിച്ച് വെച്ചേക്കും. ഇനി അടുക്കളയിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തൊരു സമയമുണ്ട് പാല് ചൂടായി വരാനായിട്ട്. പിന്നെ ഫാമിലി സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ് അവർ. അല്ലെങ്കിൽ വിചാരിക്കില്ലേ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താമസിക്കുമ്പോൾ അറിയാം അവളെന്തോ. തീർച്ചയായിട്ടും. അപ്പം URF അവാർഡ് കിട്ടിയായിരുന്നു. അതെ, യൂണിവേഴ്സൽ. പിന്നെ ഐക്കണിക് വിമൺ അവാർഡ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിന്നസിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ആയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് അങ്ങനെ ഒരു സംവിധാനം വെക്കുന്നത്. നാളെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ലേഖാസ് ഗാലറിയുടെ ഉദ്ഘാടനമാണ് അല്ലേ? രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ സമാഹരിച്ചല്ല. തീർച്ചയായിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിച്ചത്, ചില കുട്ടികൾക്കൊരു സ്റ്റുഡൻസിനൊരു അവബോധം കൊടുക്കുന്നത്, ഇൻഫർമേഷനാണ്. വെറുതെ കളയുന്ന, ഈവൻ അവർ പഠിച്ചു കഴിഞ്ഞ് അവർക്ക് തലയ്ക്ക് ഭ്രാന്ത് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇതിൽ അവരൊന്ന് ട്രൈ ചെയ്തില്ല. ആരും ഞാൻ പറയുന്നതാണ്, പാരൻസ് ഒരിക്കലും വഴക്ക് പറയരുത്. പഠിത്തം മാത്രമായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവ് കാണും. ഞാൻ പല വീടുകളിലും ചിലപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ് വീടുകളിൽ അവരുണ്ടാക്കിയ സാധനം കുത്തിയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാം. അപ്പം അത് കുറച്ചൊക്കെ കാണാം. പക്ഷേ ഇതേപോലെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വീട് മുഴുവനും. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് പോകാം. ഓർണമെന്റ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും ഭയങ്കര രസകരമായ കാര്യം. ഇതിലൊന്നും ഒരു ചെലവിത് കണ്ടത് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡാണ്. അതായത് ഗണപതി കണ്ടോ, ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുമ്പോഴും ഞാനത് അതിനകത്ത് നല്ല ഗണപതി. ഇത് ബിസ്ക്കറ്റ് കവറാണ്. ഇത് നമ്മുടെ മുട്ടസൂചി വരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ എല്ലാ ഇത് പ്ലാസ്റ്റിക് ആണ്. കുടിവെള്ള കുപ്പി കൊണ്ടുണ്ടാക്കിയ കമ്മലാണ്. ഇതൊക്കെ നമ്മുടെ വാട്ടർ ബോട്ടിലുണ്ടല്ലോ അതുകൊണ്ടുണ്ടാക്കിയത്. ഇത് ബിസ്ക്കറ്റ് കവർ. ഇത് കണ്ടോ, ഇത് ഒരു നമ്മുടെ ഫ്രൈംസില്ലേ, ഫ്രൈംസിന്റെ കാലാവധി. ഫ്രൈംസിൽ കണ്ടോ ഒരു സെക്കൻഡ്. അപ്പൊ ഈ എക്സസറീസ് എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. അപ്പൊ എന്താ ഇത് കണ്ടോ, വെറും ഒരു മൊത്തം അവരുടെ ഇഷ്ടമുള്ള ഡ്രസ്സിന് വെയിറ്റും ഇല്ല. അതെ, അങ്ങനെ ഇത് ഇത്രയും കണ്ടോ. എല്ലാത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ട്, സ്റ്റോറി ബിഹൈൻഡ് ഓൾ പ്രോഡക്ട്സ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ചേച്ചിയുടെ ഒരു ഐഡിയയാണ്. പെട്ടെന്ന് ഒരു നമ്മൾ പപ്പടം എന്ന് പറയുന്ന സാധനമാണ്, അതിന് കഴിക്കാൻ ഒരു കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് എപ്പോഴും ശല്യമായിട്ട് വരുന്നത് പഴയ വാട്ടർ ബോട്ടിലൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതാണ്, റോഡിലൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നതാണ്. അത് ചേച്ചി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചേച്ചി അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഈ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടാണ് ഈ കമ്മലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അതെ, ഇത് കണ്ടോ, ഇതിൻ്റെ മനോഹാരിത കണ്ടോ, തിളങ്ങുക നിന്ന്. അപ്പോൾ ഈ സംഭവമൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു സംഭാവനയാണെന്ന് പറയുമ്പോൾ അതിലേക്ക് നയിച്ച ഒരു അതെ 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 മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായിട്ട് പല വീടുകളിൽ ഇത് ഇരുന്നാൽ മതിയല്ലോ, വെറുതെ നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഇനി അടുത്ത റൂമിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ജുവലറി തന്നെയാണ് ഇവിടെ സമാധി. പക്ഷേ ഇതെല്ലാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ വളയെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇതെങ്ങനെ എല്ലാം ഒന്ന് പറഞ്ഞില്ല, ഇതിൻ്റെ പിന്നെ ചരിത്രം ഒന്ന് പറഞ്ഞ പെട്ടെന്ന്. കോട്ടൺ വേസ്റ്റ് വരെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പൗഡറിന്റെ മാല. ഇതാണ് കാലാവധി കഴിഞ്ഞ ഒരു പൗഡറാണ്, ജോൺസൺ ബേബി പൗഡർ. നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കളയാനായിട്ട് എൻ്റെ സിസ്റ്റർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സാധനത്തിനാണ് ഞാനത്. പക്ഷെ അത് ഭയങ്കര സംഭവമാണ്. അതെങ്ങനെ പൗഡർ മിക്സ് ചെയ്തു എന്നിട്ട് അതാണ് വൈറ്റ് ഷെല്ല്. അതുകൊണ്ട് നല്ല തണുപ്പമാണ്. അതെ 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 പൗഡർ എല്ലാം. അതായത് നമ്മുടെ എന്താണ് ഡ്രസ്സിലുള്ള ലേസ് പോലെ. പിന്നെ ഇതാണ് കണ്ടോ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ്. ഇത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ പേപ്പർ കപ്പ് വായിക്കുമ്പോൾ അതിനിടയിലൂടെ കപ്പ് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ കുഞ്ഞു പേപ്പറായിരിക്കും. ആ കുഞ്ഞു പേപ്പറിനെ ഇത് ഇഷ്ടംപോലെ നമുക്ക് പല സൈസിലുള്ള മാലയുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒക്കെ പിന്നിലെ ഐഡിയാസ് എന്നാണ് പറഞ്ഞത്. ഇത് കുപ്പിയാണ്, വെള്ളം കുടിക്കുന്ന കുപ്പിയുടെ വളയാണ് ഇതിൽ. ഗോതമ്പ് കൊണ്ട് ആഭരണം ഉണ്ടാക്കാം അല്ലേ? ഇപ്പം അതെ, പൗഡർ കൊണ്ട് മാല, ഫിഷ് വേസ്റ്റുകളുണ്ട്,
മാലയും വളയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കരവിരുതിൻ്റെ കൈപ്പുണ്യം, ഗോതമ്പ് മാവിൽ നിന്നുള്ള ആഭരണ വിസ്മയം, പല പത്രങ്ങളും ചേച്ചിയെ ഒരുപാട് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. കയ്യിൽ വിരിഞ്ഞ പൂക്കൾ. ഓ വെരി ഗുഡ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള 50 ഇൻസ്പിറേഷണൽ ആളുകളുടെ ഗണത്തിൽ ലേഖ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാസിക തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. അതുപോലെ കയ്യിൽ വിരിഞ്ഞ പൂക്കൾ, കൊയ്യാത്ത പൂക്കളെ സ്നേഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിലുകളിൽ പല മാസികകളുടെ ആർട്ടുകളിൽ ഇടം നേടിയ ആളുകൂടിയാണ്. ശരിക്കും എന്താ ഇതിൻ്റെ ഉദ്ദേശം? ഇതിപ്പം ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? ഇത് വിൽക്കാനേ അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കൊടുക്കുക, അത് മാത്രമേ എന്തുണ്ട്. ഇതൊക്കെ മാലയുടെ മുത്താണ്. മാലയൊക്കെ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന മുത്തുകൾ കോർത്ത് ഇടയ്ക്ക് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിൻ്റെ കയ്യിലും ഇതൊക്കെ കണ്ടോ, ഇത് നമ്മുടെ ഇയർ ഡ്രോപ്സിൽ ആക്ച്വലി ഇത്തിരി മെനക്കേടാണ്, പക്ഷെ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇത് പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാനായിട്ട് ഈ ഗാലറിയെ തുറന്നു കൊടുത്തിരിക്കും. നമ്മൾ വീട് തന്നെ ഒരു ആർട്ട് ഗാലറി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഉദ്ദേശം? സ്കൂൾ കുട്ടികളൊക്കെ വന്ന് എക്സിബിഷൻ പോലെ വന്ന് കാണും. ഇത് ഇതൊന്നും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇത് കണ്ടോ, ഇതെല്ലാം യുണീക്കായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആക്ച്വലി നമ്മുടെ റബ്ബറാണ്. കുട്ടികൾ സ്കൂളിൽ മൈക്ക് റബ്ബർ എന്ന് പറയത്തില്ലേ? അതെ, നമ്മളുടെ ഈ പറയുന്ന റബ്ബറിൻ്റെ വേറൊരു രൂപത്തിലേക്ക് എത്തിച്ചപ്പോൾ അതൊരു നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറി. ഇതൊക്കെ ഒട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരല്പം മെനക്കേടാണ്. ഇതൊക്കെ തിരികെ കയ്യിൽ വരും ഒട്ടിക്കുമ്പോൾ, പക്ഷേ മെനക്കേട് നോക്കാതെ ഇതൊക്കെ ചെയ്തെടുക്കും. ഇപ്പോൾ എന്തൊക്കെയാണ്? ഫിഷ് വേസ്റ്റ്, പേപ്പർ ക്യാരി ബാഗ്, പിസ്ത ഷെല്ല്, ബാഡ്ജ്, ഗാർലിക് വേസ്റ്റ്, ഫിഷ് വേസ്റ്റ്, ക്ലേ, വൂള്, ഇങ്ങനെ എല്ലാ വേസ്റ്റ്, ഒരു വീട്ടിലേക്ക് വരുന്ന കംപ്ലീറ്റ് വേസ്റ്റിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ചേച്ചിയുടെ കരവിരുതിൽ വിരിഞ്ഞ സംഭവങ്ങളാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ പണം തന്നെ വാങ്ങിക്കട്ടെ. കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. പൂർത്തിയായ ശേഷം നമുക്കത് കൊടുക്കാം. ഓക്കെ. അത് മാത്രമല്ല, ഇനിയിപ്പം ഈ സ്കൂളുകളിലെ കുട്ടികളെ ഇതൊരു ഈ ഗാലറി കൊണ്ടുവന്ന് അതെ കാണിക്കാനായിട്ട് അധ്യാപകരും അതിൻ്റെ മാനേജ്മെൻറ്റും തയ്യാറാകണം. കാരണം അവർക്കിതൊരു ഇൻസ്പിറേഷനാണ്. പല കുട്ടികളും ഇത് സ്വമേധയാ ചെയ്യുന്നവരുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല വീടുകളിൽ ചെല്ലുമ്പോഴും വീടിൻ്റെ ഭിത്തികളിൽ ഇതേപോലെ പല ഉൽപ്പന്നങ്ങളും ആർട്ട് വർക്കുകളും സ്ഥാനം പിടിക്കുന്നവരുണ്ട്. പക്ഷേ എന്തും, അതായത് ഫിഷ് വേസ്റ്റ് വരെ ഒരു കരകൗശല ഉൽപ്പന്നമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആളാണ് ലേഖ രാധാകൃഷ്ണൻ. എന്തായാലും വളരെ സന്തോഷം. ലേഖ ചേച്ചി മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വലിയൊരു ഇതുണ്ടല്ലോ, സന്തോഷ ദിനമുണ്ട്. അത് ഉടനെ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. You are watching India's first NGO television, Malanadu TV India.